എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റിൻ്റെ ഒരു മോക്ക് ടെസ്റ്റാണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ നാവികസേനയുടെ പ്രോജക്റ്റ് 17A വിഭാഗത്തിൽപ്പെട്ട് 2026 ഏപ്രിൽ കമ്മീഷൻ ചെയ്യുന്ന യുദ്ധക്കപ്പൽ ഏത്? ഇന്ത്യൻ നാവികസേനയുടെ പ്രോജക്റ്റ് 17A വിഭാഗത്തിൽപ്പെട്ട് 2026 ഏപ്രിൽ കമ്മീഷൻ ചെയ്യുന്ന യുദ്ധക്കപ്പൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ തരഗിരിയാണ്. ഇന്ത്യൻ നാവികസേനയുടെ പ്രോജക്റ്റ് 17A വിഭാഗത്തിൽപ്പെട്ട് 2026 ഏപ്രിൽ കമ്മീഷൻ ചെയ്യുന്ന യുദ്ധക്കപ്പൽ. 2026 അന്താരാഷ്ട്ര വനദിനത്തിന്റെ പ്രമേയം എന്താണ്? 2026 അന്താരാഷ്ട്ര വനദിനത്തിന്റെ പ്രമേയം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, വനങ്ങളും സമ്പദ് വ്യവസ്ഥകളുമാണ് 2026 അന്താരാഷ്ട്ര വനദിനത്തിന്റെ പ്രമേയം. സർക്കാർ ബസ്സുകളിൽ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന ദിവ്യാംഗ ശക്തി പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? സർക്കാർ ബസ്സുകളിൽ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന ദിവ്യാംഗ ശക്തി പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ആന്ധ്രാപ്രദേശാണ്. സർക്കാർ ബസ്സുകളിൽ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന ദിവ്യാംഗ ശക്തി പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ശുചിത്വ മിഷനും സംയുക്തമായി ആരംഭിച്ച ക്യാമ്പയിൻ ഏത്? കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ശുചിത്വ മിഷനും സംയുക്തമായി ആരംഭിച്ച ക്യാമ്പയിൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഗ്രീൻ ബട്ടൺ ആണ്. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ശുചിത്വ മിഷനും സംയുക്തമായി ആരംഭിച്ച ക്യാമ്പയിൻ. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനങ്ങളും സാമ്പത്തിക ദുരുപയോഗവും തടയുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപകൽപ്പന ചെയ്ത മൊബൈൽ ആപ്പ് ഏത്? തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനവും സാമ്പത്തിക ദുരുപയോഗവും തടയുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപകൽപ്പന ചെയ്ത മൊബൈൽ ആപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, സി വിജിലാണ്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനങ്ങളും സാമ്പത്തിക ദുരുപയോഗവും തടയുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപകൽപ്പന ചെയ്ത മൊബൈൽ ആപ്പ്. ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് നടത്തിയ കൺസ്യൂമർ ജസ്റ്റിസ് 2026 റിപ്പോർട്ടിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് നടത്തിയ കൺസ്യൂമർ ജസ്റ്റിസ് 2026 റിപ്പോർട്ടിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി, 12. ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് നടത്തിയ കൺസ്യൂമർ ജസ്റ്റിസ് 2026 റിപ്പോർട്ടിൽ കേരളത്തിലെ സ്ഥാനം 12ാമതാണ്. 2026 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 2026 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? ആൻസർ ഓപ്ഷൻ സി, 116. 2026 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 116ാമതാണ്. 2028 ലോക ഇൻഡോർ അത്ലറ്റിക്സിന് വേദിയാവുന്ന നഗരം. 2028 ലോക ഇൻഡോർ അത്ലറ്റിക്സിന് വേദിയാവുന്ന നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഭുവനേശ്വർ ആണ്. 2028 ലോക ഇൻഡോർ അത്ലറ്റിക്സിന് വേദിയാകുന്ന നഗരം. ചൈനയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആര്? ചൈനയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ എ, വിക്രം ദൊരൈസ്വാമിയാണ് ചൈനയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഗുജറാത്തിനെയും മഹാരാഷ്ട്രയെയും മറികടന്ന് വസ്ത്ര കയറ്റുമതിയിൽ 1ാം സ്ഥാനം നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഗുജറാത്തിനെയും മഹാരാഷ്ട്രയെയും മറികടന്ന് വസ്ത്ര കയറ്റുമതിയിൽ 1ാം സ്ഥാനം നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, തമിഴ്നാടാണ്. ഗുജറാത്തിനെയും മഹാരാഷ്ട്രയെയും മറികടന്ന് വസ്ത്ര കയറ്റുമതിയിൽ 1ാം സ്ഥാനം നേടിയ ഇന്ത്യൻ സംസ്ഥാനം. കരിയറിൽ 900 ഗോളുകൾ എന്ന മാന്ത്രിക സംഖ്യയിൽ എത്തിയ അർജന്റീന ഫുട്ബോൾ ഇതിഹാസ താരം. കരിയറിൽ 900 ഗോളുകൾ എന്ന മാന്ത്രിക സംഖ്യയിലെത്തിയ അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസ താരം ആര്? ആൻസർ ഓപ്ഷൻ ബി,
ലയണൽ മെസ്സി. ലയണൽ മെസ്സിയാണ് കരിയറിൽ 900 ഗോളുകൾ എന്ന മാന്ത്രിക സംഖ്യയിലെത്തിയ അർജന്റീന ഫുട്ബോൾ ഇതിഹാസ താരം. മണം പിടിച്ചുകൊണ്ട് മനുഷ്യരിലെ അർബുദം തിരിച്ചറിയാൻ കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം നൽകുന്ന നായ ഏത്? മണം പിടിച്ചുകൊണ്ട് മനുഷ്യരിലെ അർബുദം തിരിച്ചറിയാൻ കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം നൽകുന്ന നായ ഏത്? ആൻസർ ഓപ്ഷൻ ബി ലൈക്ക. ലൈക്കയാണ് മണം പിടിച്ചുകൊണ്ട് മനുഷ്യരിലെ അർബുദം തിരിച്ചറിയാൻ കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം നൽകുന്ന നായയുടെ പേര്. ഈ വർഷത്തെ തിക്കുറിശി ഫൗണ്ടേഷൻ പുരസ്കാരങ്ങളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഈ വർഷത്തെ തിക്കുറിശി ഫൗണ്ടേഷൻ പുരസ്കാരങ്ങളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ആൻസർ ഓപ്ഷൻ സി ജോജു ജോർജ്. ജോജു ജോർജിനെയാണ് ഈ വർഷത്തെ തിക്കുറിശി ഫൗണ്ടേഷൻ പുരസ്കാരങ്ങളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. വന്യജീവികളെ തുരത്താൻ വനം വകുപ്പ് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ അവതരിപ്പിച്ച സംവിധാനം ഏത്? വന്യജീവികളെ തുരത്താൻ വനം വകുപ്പ് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ അവതരിപ്പിച്ച സംവിധാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഫാം ഗാർഡ്. ഫാം ഗാർഡാണ് വന്യജീവികളെ തുരത്താൻ വനം വകുപ്പ് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ അവതരിപ്പിച്ച സംവിധാനം. ഇന്ത്യയിൽ ഇക്കുറി മൺസൂൺ മഴ കുറയാൻ കാരണമാകുമെന്ന് വിലയിരുത്തപ്പെടുന്ന കാലാവസ്ഥാ പ്രതിഭാസം ഏത്? ഇന്ത്യയിൽ ഇക്കുറി മൺസൂൺ മഴ കുറയാൻ കാരണമാകുമെന്ന് വിലയിരുത്തപ്പെടുന്ന കാലാവസ്ഥാ പ്രതിഭാസം ഏത്? ആൻസർ ഓപ്ഷൻ ഡി എൽ നിനോ. എൽ നിനോയാണ് ഇന്ത്യയിൽ ഇക്കുറി മൺസൂൺ മഴ കുറയാൻ കാരണമാകുമെന്ന് വിലയിരുത്തപ്പെടുന്ന കാലാവസ്ഥാ പ്രതിഭാസം. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ CMD. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ CMD. ആൻസർ ഓപ്ഷൻ സി വേണു എബ്രഹാം. വേണു എബ്രഹാമാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ CMD. കാണാതായ കുട്ടികളെ കണ്ടെത്താൻ 2026 തുടങ്ങിയ പോർട്ടൽ. കാണാതായ കുട്ടികളെ കണ്ടെത്താൻ 2026 തുടങ്ങിയ പോർട്ടൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ മാരി പോർട്ടൽ. മാരി പോർട്ടലാണ് കാണാതായ കുട്ടികളെ കണ്ടെത്താൻ 2026 തുടങ്ങിയ പോർട്ടൽ. ഐക്യരാഷ്ട്രസഭ നൽകുന്ന പരമോന്നത പരിസ്ഥിതി പുരസ്കാരം ഏത്? ഐക്യരാഷ്ട്രസഭ നൽകുന്ന പരമോന്നത പരിസ്ഥിതി പുരസ്കാരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത്. ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് ആണ് ഐക്യരാഷ്ട്രസഭ നൽകുന്ന പരമോന്നത പരിസ്ഥിതി പുരസ്കാരം. 2026 ജനുവരിയിൽ വാർത്തയായ ഓപ്പറേഷൻ സാം എന്തിനാണ്? 2026 ജനുവരിയിൽ വാർത്തയായ ഓപ്പറേഷൻ സാം എന്തിനാണ്? ആൻസർ ഓപ്ഷൻ സി സുരക്ഷ രക്ഷാദൗത്യം. സുരക്ഷ രക്ഷാദൗത്യം എന്നിവയ്ക്ക് വേണ്ടിയാണ് 2026 ജനുവരിയിൽ വാർത്തയായ ഓപ്പറേഷൻ സാം. UNEP നൽകുന്ന പുരസ്കാരം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? UNEP നൽകുന്ന പുരസ്കാരം ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി പരിസ്ഥിതി. UNEP നൽകുന്ന പുരസ്കാരം പരിസ്ഥിതി വിഭാഗത്തിൽ പെടുന്നു. 2026 മാർച്ചിൽ ഇന്ത്യ സന്ദർശിച്ച ഡോക്ടർ അലക്സാണ്ടർ സ്റ്റബ്ബ് ഏത് രാജ്യത്തെ പ്രസിഡന്റാണ്? 2026 മാർച്ചിൽ ഇന്ത്യ സന്ദർശിച്ച ഡോക്ടർ അലക്സാണ്ടർ സ്റ്റബ്ബ് ഏത് രാജ്യത്തെ പ്രസിഡന്റാണ്? ആൻസർ ഓപ്ഷൻ ബി ഫിൻലാൻഡ്. ഡോക്ടർ അലക്സാണ്ടർ സ്റ്റബ്ബ് ഫിൻലാൻഡിലെ പ്രസിഡന്റാണ്. ഇന്ത്യയുടെ പക്കൽ നിന്നും ഏത് മിസൈൽ വാങ്ങുന്നതിനുള്ള കരാറിലാണ് ഇന്തോനേഷ്യ ഒപ്പിട്ടത്? ഇന്ത്യയുടെ പക്കൽ നിന്നും ഏത് മിസൈൽ വാങ്ങുന്നതിനുള്ള കരാറിലാണ് ഇന്തോനേഷ്യ ഒപ്പിട്ടത്? ആൻസർ ഓപ്ഷൻ എ ബ്രഹ്മോസ്. ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്നതിനുള്ള കരാറിലാണ് ഇന്തോനേഷ്യ ഒപ്പിട്ടത്. ഭിന്നശേഷിക്കാർക്കും ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ രക്ഷിതാക്കൾക്കും തൊഴിൽ ലഭ്യമാക്കാൻ ലക്ഷ്യമിടുന്ന സംസ്ഥാനത്തെ ആദ്യ ഏബിൾ പോയിന്റ് ഔട്ട്ലെറ്റ് പദ്ധതി എവിടെയാണ് ആരംഭിച്ചത്? ഭിന്നശേഷിക്കാർക്കും ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ രക്ഷിതാക്കൾക്കും തൊഴിൽ ലഭ്യമാക്കാൻ ലക്ഷ്യമിടുന്ന സംസ്ഥാനത്തെ ആദ്യ ഏബിൾ പോയിന്റ് ഔട്ട്ലെറ്റ് പദ്ധതി എവിടെയാണ് ആരംഭിച്ചത്? ആൻസർ ഓപ്ഷൻ എ കാക്കനാട്. ഭിന്നശേഷിക്കാർക്കും ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ രക്ഷിതാക്കൾക്കും
തൊഴിൽ ലഭ്യമാക്കാൻ ലക്ഷ്യമിടുന്ന സംസ്ഥാനത്തെ ആദ്യ ഏബിൾ പോയിന്റ് ഔട്ട്ലെറ്റ് പദ്ധതി കാക്കനാടാണ് ആരംഭിച്ചത്.